വളരെ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മുടെ മാനേജർ പറഞ്ഞ് എൻ്റെ ജോലി കുറച്ചത് വളരെ സന്തോഷം. ഈ ഒരു 3D എന്ന് പറയുന്ന ഒരു തിയേറ്ററിനെ കുറിച്ചിട്ട് ഞാൻ ഇവിടെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞതിനാണ്, എങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ സർ സോഹൻ റോയിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു 2 വർഷത്തിന് മുമ്പ് പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു 3D എഡ്യൂക്കേഷൻ തിയേറ്റർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും സംവാദത്തിൻ്റെ ഇടയ്ക്കാണ് ഇത് സ്കൂളുകളിൽ എങ്ങനെ ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചും അദ്ദേഹം അട്ടപ്പാടിയിൽ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അറിയുകയും അതിൻ്റെ പത്രവാർത്തകളും അതിൻ്റെ ന്യൂസുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതെന്തുകൊണ്ടും ഞാൻ ഈ സ്കില്ലിങ്ങും ടാലൻറ്റ് അക്വിസിഷൻ മേഖലയിലൊക്കെ വളരെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ഈ 40 വർഷക്കാലം നമുക്ക് സ്കില്ലിങ്ങിൻ്റെ കുറവ് നമ്മൾ കണ്ടെത്തുന്ന എല്ലാ കുട്ടികളിലും കാണുന്നുണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെ അത് മറികടക്കാൻ സാധിക്കുമെന്നത് മനസ്സിൽ ഞാൻ ആലോചിച്ചപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഞാൻ പഠിച്ച വിദ്യാഭ്യാസത്തിൽ നിന്ന് തുടങ്ങുക. നമ്മൾ എന്തൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുക, പിന്നെ ബാക്കിയുള്ളവരെ അത് നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണല്ലോ ഒരു തത്വം. അപ്പോൾ ആ രീതിയിൽ എന്തുകൊണ്ടും ശ്രീ നാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ഈ പുണ്യഭൂമി 109 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഈ സ്കൂൾ, യാദൃശ്യം എന്ന് പറയട്ടെ, എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പൻ ഇവിടുത്തെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു സ്കൂളിൽ ഇപ്പം 109 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ രണ്ടാമത്തെ 3D എഡ്യൂക്കേഷൻ തിയേറ്ററായിട്ട് ഇതിനെ നമുക്ക് മാറ്റാൻ സാധിച്ചു. വളരെ പ്രശസ്തമായതാണ് ഈ സ്കൂള്. ഞാൻ 84-ലാണ് ഞാൻ ബോംബെയിലേക്ക് പോകുന്നത്. എനിക്കിവിടെ പിക്ചർ ഗാലറി 86-ലാണ് തുടങ്ങിയതാണ് എൻ്റെ വിശ്വാസം. 85 കാലങ്ങളിൽ ഞാനും എൻ്റെ അച്ഛനും കൂടെ ബോംബെയിലെ തെരുവോരങ്ങളിലൊക്കെ അന്ന് എല്ലാ മഹാന്മാരുടെയും പിക്ചറുകൾ ഇങ്ങനെ വെച്ച് വിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് പ്രഭാകരൻ സാർ പറഞ്ഞതനുസരിച്ചിട്ട് കത്തെഴുതുകയോ ചെയ്തത്. ഞങ്ങൾ കുറേയേറെ ചിത്രങ്ങളൊക്കെ അന്ന് ഈ സ്കൂളിൻ്റെ കിട്ടാത്ത പലരുടെയും ചിത്രങ്ങളൊക്കെ നമ്മൾ അന്ന് ബോംബെയിൽ നിന്ന് വാങ്ങിയിട്ട് ഇവിടേക്ക് കൊണ്ടു കൊടുക്കുകയും അത് നോക്കിയിട്ടാണ് വരച്ചിട്ടുള്ള പല ചിത്രങ്ങളും ഇവിടെ ഉള്ളത്. അപ്പം അന്ന് തൊട്ടേ സ്കൂളിനോട് നമുക്ക് ഇതിൻ്റെ ഭാഗപാത്രമാകാൻ സാധിച്ചു എന്നുള്ളതെല്ലാം ഒരു ഗുരുദേവന്റെ നിയോഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഒരു ഗുരു നിയോഗം മാതിരിയാണ് ഇത് ഇങ്ങനെ ഒരു തിയേറ്റർ ഈ സ്കൂളിൽ വരാൻ സാധിച്ചത്. അപ്പൊ ഇത് അതിനെക്കുറിച്ചിട്ടുള്ള ആദ്യത്തെ ഡിസ്കഷൻ നേരത്തെ നമ്മുടെ മാനേജർ പറഞ്ഞ മാതിരി ഗീത ടീച്ചർ എല്ലാ വർഷവും ഷാനവാസനുമായിട്ട് ശിവഗിരി തീർത്ഥാടനത്തിൽ ഞാൻ അവിടെ ഉള്ള സമയത്ത് വരും. അപ്പോൾ കുറേ നേരം എന്നോടൊപ്പം ചിലവഴിക്കണമെന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. എപ്പോഴും ടീച്ചറിന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോരോ ഐഡിയാസോട്ടാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനൊരു സംഭവമുണ്ട്, എന്തുകൊണ്ട് നമുക്ക് സ്കൂളിൽ അത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ പോയി ഒന്ന് കണ്ട് അത് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തുടങ്ങാമെന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. അപ്പം അങ്ങനെ നമ്മളത് ഉദ്ഘാടനം ചെയ്ത്, പക്ഷേ അതിൻ്റെ ഒരു പ്രയോജനം എത്രത്തോളം നമുക്കത് കിട്ടുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ചെറിയൊരു സങ്കോചം ഉണ്ടായിരുന്നു. ഇതിന് വേണ്ടുന്ന മെറ്റീരിയൽസുകളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോഴാണ് സർ സോഹൻ റോയ് അദ്ദേഹം പറഞ്ഞത്, നമ്മളിതിൻ്റെ സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ എംബൈവ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. അപ്പോൾ അവരോട് ചേർന്നിട്ട് നമുക്കത് ചെയ്യാം. ഈ സ്കൂള് അട്ടപ്പാടിയിലും നമ്മളിത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ നമ്മളത് ഇവിടെ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതിൻ്റെ ആദ്യത്തെ തന്നെ പ്രദർശനം നമ്മളിവിടെ നടത്തിയതുമൊക്കെ. അപ്പം അതിനകത്ത് നിങ്ങൾ കണ്ടവർ കുറച്ചു പേർക്ക് അത് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇനി ഇരിക്കുന്നവർക്ക് ഗ്രാജുവലി കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചേഴ്സിനും ഒക്കെയുള്ള ട്രെയിനിങ് ഇവര് സിദ്ധാർത്ഥും ഗ്രൂപ്പും എല്ലാം ഇവിടെ ഉണ്ട്, അവരെല്ലാവരും കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള സയൻസും മറ്റുള്ള വിഷയങ്ങളിനകത്ത് കുട്ടികൾക്ക് ഒരു 3D എഫക്റ്റോട് കൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ബയോളജിയും കെമിസ്ട്രിയുടെയൊക്കെ 3D വീഡിയോസ് കണ്ടു. അതിനുശേഷം ഞാൻ റിക്വസ്റ്റ് ചെയ്തു മാത്തമാറ്റിക്സ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം മാത്തമാറ്റിക്സിന് എൻ്റെ അടുത്ത് തന്നെ മാത്തമാറ്റിക്സ് ടീച്ചറായ ഗീത ടീച്ചർ ഇതുകൊണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ച് എങ്ങനെയുണ്ട്, പറഞ്ഞ് സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പം അതാണ് ഒരു കുട്ടികൾക്ക് ഈ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്
എല്ലാ കുട്ടികളുടെയും പ്രശ്നം മാത്തമാറ്റിക്സാണ്. കാരണം മാത്തമാറ്റിക്സ് കുറച്ച് പഠിപ്പിക്കുന്ന, ഞാനൊക്കെ SSLCക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് മാത്തമാറ്റിക്സിനാണ്. കാരണം എൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ പഠിക്കുന്ന സമയത്ത് അത് കൂട്ടിയത് അന്ന് തന്നെ ട്യൂഷൻ പഠിപ്പിച്ച സാറായിരുന്നു. ശശി സാറുണ്ട്, നിങ്ങളൊക്കെ പലരും അറിയായിരിക്കും. ശശി സാറാണ് ഞങ്ങൾ 7, 8, 9, 10 മാത്തമാറ്റിക്സ് ട്യൂഷൻ എടുത്തത്. സാറിൻ്റെ ഒരു പഠിപ്പിക്കുന്ന രീതിയും അതൊക്കെ വെച്ചിട്ടായിരുന്നു നമുക്ക് മാത്തമാറ്റിക്സിനോട് കൂടുതൽ അഫെക്ഷൻ തോന്നിയതും മാത്തമാറ്റിക്സിനകത്ത് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടിയതും. അതേമാതിരി ഇന്ന് നമ്മൾ ഓരോ ടീച്ചറും കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും അവർക്ക് അവരുടേതായ രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് പലർക്കും പല തലങ്ങളുണ്ട്. പലർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയായിരിക്കും, പലർക്ക് അത് വേറെയുള്ള രീതിയിലായിരിക്കും. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഏതൊരു ടീച്ചർക്കും ഈ പറയുന്ന ഒരു 3-4 മിനിറ്റുള്ള ഒരു വീഡിയോ കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇപ്പം തന്നെ ബ്രെയിനിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു. അത് ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ വ്യത്യസ്തമായിട്ട് എടുത്തിട്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം വീഡിയോ കാണിച്ചതിന് ശേഷം പിന്നെ പഠിപ്പിച്ചിരിക്കുന്ന ടീച്ചർക്കും അത് വളരെ ഈസി ആയിരിക്കും, അത് ഗ്രഹിക്കുന്ന കുട്ടികൾക്കും വളരെ ഈസി ആയിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ശരിക്കും ടീച്ചർമാരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുകയും, ഇത് മാത്രമല്ല ഇപ്പൊ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം, അതിനോടൊപ്പം തന്നെ ധാരാളം മറ്റു കാര്യങ്ങളുണ്ട്. ഇന്ന് ഇവിടുത്തെ ഒരു വീഡിയോ എനിക്കൊന്ന് രണ്ടാമത് കാര്യം കണ്ടിട്ടില്ല. റൂൾസ്, സേഫ്റ്റി, ബിഹേവിയേഴ്സ്, ടൈം മാനേജ്മെന്റ്, ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോകളുണ്ട്. ഇന്ന് ശരിക്കും നമുക്ക് അറിയേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഇന്നലെ ഒരു ദുരന്തം നമ്മളുടെ ഒരു സ്കൂളിലുണ്ടായി. അത് സേഫ്റ്റിയുടെ ഏറ്റവും വലിയൊരു ലാപ്സാണ്. പക്ഷെ അതെന്തുകൊണ്ട് ആ കുട്ടിക്ക് അതിനെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടി ആ ഇലക്ട്രിക് ലൈനിൽ പിടിച്ചതും മറിഞ്ഞു വീണതും മരണപ്പെട്ടതും ഒക്കെ. ഈ കാര്യങ്ങളൊക്കെ ഓരോ കുട്ടികളിലേക്കും നമ്മളുടെ സ്കൂളിന്റെ കരിക്കുലത്തിനകത്ത് ഇല്ലായിരിക്കും, പക്ഷെ അത് ആവശ്യമുള്ളതാണ്. ഈ എംബൈ വീഡിയോയ്ക്കകത്ത് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഓരോ റൂൾസുകൾ, റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്താണ് റൂൾസ്. ഇന്ന് രാവിലെ കാണിച്ച ഒരു വീഡിയോയ്ക്കകത്തുണ്ട്, നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് ഓൺ ചെയ്തിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. എത്ര ജലമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പം ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ പാലിക്കേണ്ടത്, ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വരെ കേൾക്കുക, അതിനുശേഷം നമ്മൾ മറുപടി പറയാം. പക്ഷെ ഇത് നമ്മുടെ പലർക്കും ഇല്ലാത്ത ഹാബിറ്റ്സുകളാണ്. പിന്നെ ഏറ്റവും വലുത് ടൈം മാനേജ്മെന്റ്. എനിക്ക് ഈ മാനേജ്മെന്റിനോട് പ്രത്യേകിച്ച് മാനേജറിനോട് പറയാനുള്ളൊരു കാര്യമാണ്. ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ട് നമുക്കിവിടെ? 2000-ൽ കൂടുതൽ സ്റ്റുഡൻസ് നമ്മുടെ ഉണ്ട്. ഇവര് നാളത്തെ വാഗ്ദാനമാണ് നമ്മുടെ. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങളാണ്. ഇന്ന് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 25.6% ഇന്ത്യയുടെ ജനസംഖ്യ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 15 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള കുട്ടികൾ ഏകദേശം 26% ഉണ്ട്. എന്ന് പറഞ്ഞാൽ 30 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഏകദേശം 30-31% ഉണ്ട്. ഈ കുട്ടികളാണ് നമ്മുടെ വളർന്നു വന്നിട്ട് നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെയൊക്കെ നയിക്കേണ്ടത്. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഡിസിപ്ലിൻസ്, ഇവിടുന്ന് കൊടുക്കുന്ന ഡിസിപ്ലിൻസ് ആണ് ലോകത്തിലെല്ലായിടവും ചെല്ലുമ്പോൾ അവർക്ക് അത് പാലിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 40 വർഷമായിട്ട് ഞാൻ ഈ റിക്രൂട്ട്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ 40ാം വാർഷികം ആഘോഷിച്ചത്. എല്ലാവരും എൻ്റെ വിജയഗാഥയെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാന കാരണം ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റാണ്. ഞാൻ ഏതൊരു കാര്യത്തിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിന് നമ്മൾ എത്തിയിരിക്കും, അല്ലെങ്കിൽ ആ കാര്യം നമ്മൾ ടൈമിന് തുടങ്ങിയിരിക്കും. ഏത് കാര്യം നിങ്ങൾ ടൈമിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 50% വിജയിച്ചെന്നുള്ളതാണ് എൻ്റെ. പക്ഷെ ഇവിടെ നമ്മൾ 10 മണിക്ക് ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് 12 മണിക്കാണ്. അത് ഇവർക്ക് കൊടുക്കുന്ന അതിനകത്ത് പല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ഒരുപക്ഷെ ഇവിടെ വരുന്ന ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ വിശിഷ്ട അതിഥികൾക്ക് വേറെ പ്രോഗ്രാമിനകത്ത് ബിസി ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരു പ്രോഗ്രാം കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സമയത്ത് എല്ലാവരും കറക്റ്റ് ടൈമിൽ എത്തും. ഇവിടുത്തെ പ്രശ്നം 10 മണിക്കൊരു പ്രോഗ്രാം പറഞ്ഞ ആൾക്കാർ 11 മണിക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഈ കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. നമ്മളിത് പഠിപ്പിച്ചുകൊണ്ട് മാത്രം ഒരു ഭാവിയിൽ നല്ലൊരാളൊന്നുമില്ല. മാർക്ക് വാങ്ങിച്ചുകൊണ്ട് മാത്രം ഒരു കുട്ടിയും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ഇത് ലോകത്തിലുള്ള ഏറ്റവും വലിയ സ്റ്റഡീസ് പറയുന്നത് 30% മാർക്ക് ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയം വരിച്ചിട്ടുള്ളത്. എക്സ്ട്രാ കരിക്കുലർ ഇത്. പക്ഷെ അവരുടെ ജീവിതത്തിലുള്ള ഡിസിപ്ലിനും അവരുടെ അഡാപ്റ്റബിലിറ്റിയും
ടൈം മാനേജ്മെന്റും ഹോണസ്റ്റിയും ഇന്റഗ്രിറ്റി ഈ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ജീവിത വിജയം നേടിയിരിക്കുന്നത്. ഇപ്പൊ സുന്ദർ പിച്ചയോ അല്ലെന്നുണ്ടെങ്കിൽ ആ സത്യനാടനിലൊക്കെ സ്കൂളുകളിലൊക്കെ വളരെ മോശമായിട്ട് അത്ര വലിയൊരു ബ്രില്യൻ സ്റ്റുഡന്റ് ആയിരുന്നില്ല. പക്ഷെ അവർ അവരുടേതായ ഈ അഡാപ്റ്റബിലിറ്റി, അഗ്രഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളാണ് ഇന്ന് ഇന്ത്യയുടെ അഭിമാനം കാക്കുന്ന ലോകത്തുള്ള ഏറ്റവും വലിയ കമ്പനികളുടെ സിഇഒമാരായിട്ട് അവർ ഇരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടത് ഏറ്റവും വലിയൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണം. നമ്മളുടെ കുട്ടികളുടെ ടൈം മാനേജ്മെന്റ് അത് സ്കൂളിൽ അധ്യാപകരും മാനേജ്മെന്റും ബാക്കിയുള്ളവരെല്ലാവരും അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തെങ്കിൽ മാത്രമേ ഈ നാളെ വളർന്നു വരുന്ന ഈ തലമുറ അവരതിന് പ്രാധാന്യം നൽകത്തുള്ളൂ. അതിനുശേഷമുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് ലേറ്റ് ആയിട്ട് ഒരു എയർപോർട്ടിൽ എത്തുന്ന ഒരാളുടെ ഫ്ലൈറ്റ് മിസ്സാവും, ചിലപ്പോൾ അയാൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡ് ലേറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്ന ആളുടെ ചിലപ്പോൾ ജീവിതം നഷ്ടപ്പെടും. നമ്മൾ സമയത്തിന്റെ വില മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് നമുക്കറിയാം ഇവിടെ വരുന്ന നേതാക്കന്മാർക്കും മറ്റേ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അവരുടെ എല്ലാ സമയം നമ്മൾ അഡ്ജസ്റ്റ് ആണെങ്കിൽ, പക്ഷെ ഏത് പ്രോഗ്രാമും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അവർ ജോയിൻ ചെയ്തോളട്ടെ. അപ്പം അവരുടെ അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ അത് ഇപ്പൊ എന്റെ സമയം അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ കുട്ടികളെ നമ്മൾ ഒരു ബാഡ് ഹാബിറ്റിലേക്കാണ് തള്ളിവിടുന്നത്. അപ്പൊ അതുകൊണ്ട് സമയം പാലിക്കുന്നതിനകത്ത് മുതിർന്നവര്, കുടുംബത്തിലുള്ളവരാണെങ്കിലും അധ്യാപകരാണെങ്കിലും എല്ലാം വളരെ ആ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇതൊരു പോസിറ്റീവായിട്ട് എടുക്കണം. ഇതിന്റെ പ്രയോജനം കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലാണ് അതുകൂടി 2 വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ ഈ സ്കൂളിൽ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് പല കോണുകളിൽ നിന്നും ഒരു നെഗറ്റീവായിട്ടുള്ള പലരും വിളിച്ച് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര കുഴപ്പമാണ്, ഇവിടെ ഭയങ്കര തട്ടിപ്പും തിരകടയൊക്കെയാണ് ഈ സ്കൂളിൽ നടക്കുന്നത്. എന്നെ കൊണ്ട് പിന്തിരിപ്പിക്കാൻ വേണ്ടി പല ആൾക്കാരും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാനേജ്മെന്റ് സമയത്തൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും ഗീത ടീച്ചറുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി തരുന്നൊരു കോൺഫിഡൻസും അഷുറൻസും ആയിരുന്നു എന്നെ ഈ മുന്നോട്ട് നയിച്ചത്. അതിനുശേഷം ഈ പുതിയ മാനേജർ ഇവിടെ വന്നു. മാനേജറെ കുറിച്ചിട്ട് നേരത്തെ ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം വളരെ മോശമായിട്ടാണ്. പുള്ളി ഭയങ്കര കുഴപ്പക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയായിരുന്നു എന്നോട് പറഞ്ഞത്. ഞാൻ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ വേദിയിൽ കൂടെ പറയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇദ്ദേഹത്തെ പരിചയം നേരത്തെ മുതൽ അറിയാം. പക്ഷെ അടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം വളരെ നിസ്വാർത്ഥമായിട്ടാണ് പുള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കകത്ത് കുറച്ച് ലേറ്റ് ഉണ്ടെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും ഈ സ്കൂളിനെ മുന്നോട്ട് നയിക്കാനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹവും ഷിബുവാണെങ്കിലും ടീമൊക്കെ. അതുകൊണ്ട് ഈ മാനേജ്മെന്റ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് അതൊരു കരുത്ത് തന്നെ ആകുമെന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെയും മറ്റുള്ള എല്ലാ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം വളരെ നന്നായിട്ട് തന്നെ നടക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.